ഗൈസ് നമ്മളുടെ പെട്ടെന്ന് കിട്ടിയില്ലടാ മുത്തു. നിങ്ങൾക്ക് വല്ല മനസ്സിലാണോ? നിങ്ങൾ തമിഴിൽ കണ്ടുപോകണല്ലോ വേണ്ടേ. നമ്മുടെ പെട്ടെന്ന് വീടിൻ്റെ അപ്പുറത്ത് പെട്ടെന്ന് ഒരു കിണറ്റിലൊരു പൂച്ച വീണ് നമ്മളതിനെ എടുക്കാൻ വന്നൊരു ചെറിയൊരു ബ്ലോഗാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ സൂം ചെയ്ത് കുറച്ച് കാണിച്ചില്ല. ഡീസ് കിടക്കുന്ന സാധനമാണ് പൂച്ച മരിച്ചിട്ട്. എനിക്കത് 2 ദിവസമായിട്ട് കിടന്ന് കണ്ടത്. നമ്മൾ ഫുള്ള് സാധനം എടുത്തോണ്ട് വന്നിട്ട് ചെറിയൊരു മിഷ്യൻ. ഇതുവരെ നമ്മൾ പൂച്ചയൊന്നും എടുത്തിട്ടില്ലല്ലോടാ. എന്തായാലും നമുക്ക് നോക്കാം. ഞാനൊന്ന് ഇറങ്ങി നോക്കാം. മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടോ? മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടോ വന്നേക്കുന്നത്? എന്തായാലും എന്തായാലും നോക്കാം. ഫുള്ള് മോട്ടറും പരിപാടിയൊക്കെ ആയിട്ട്. അല്ല ഇതിനകത്ത് ഞാൻ പൂച്ച കാണിച്ചു തന്നല്ലോ സംഭവം ഉണ്ടോ? നമുക്ക് മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ നോക്കാം നമുക്ക്. പിന്നെ ഓക്സിജൻ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ആദ്യം. നമ്മളവിടെ കുറച്ചപ്പം നിന്നപ്പോഴാണ് ഇതൊക്കെ പെട്ടെന്നായിട്ട് പഴയ തൊട്ടി ഇതിനകത്ത് ഇരിക്കത്തില്ലമ്മേ. ഈ ബക്കറ്റിനകത്ത് നോ ഈ പക്ഷേ പൂച്ച നല്ല മരിച്ചിട്ട് ഇതായി ബോഡിയെ ബക്കറ്റും വെള്ളം വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഒഴിക്കാം. ഓക്സിജൻ ഇപ്പം ഇല്ല കിടക്കില്ലേ. അപ്പം നമ്മൾ മോട്ടർ ഇറക്കി അടിക്കുകയാണെങ്കിൽ അത്ര വെള്ളം അതിനകത്ത് വരും. ഓക്സിജൻ ഇല്ല കിടക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. ഈ വെള്ളം എടുത്തിനകത്തോട്ട് ഒഴിക്കേണ്ട അതറിയോ? പൂച്ച ചെത്തിടക്കില്ലേ. നമ്മൾ ഇതുവരെ പൂച്ചയൊന്നും ഇറങ്ങി എടുക്കാൻ നോക്കിയിട്ടില്ല. നമ്മളല്ലാതെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ശ്വാസം വെച്ചാലേ നമ്മൾ നേരത്തെ സാധാരണ നമ്മൾ വെള്ളം ഇറക്കി ഒഴിച്ചിട്ടുണ്ട് ഇറങ്ങുന്നത്. ഇതിനകത്ത് ഓക്സിജൻ്റെ കുറവുണ്ട്. ഓക്സിജൻ്റെ കുറവ് മാത്രമല്ല സ്മെല്ലുണ്ട്, ഭയങ്കരമായ സ്മെല്ലുണ്ട്. എന്തോ ചെയ്യാനൊക്കെ ഓരോരോ പൂച്ച ശബ്ദം മണം മുത്തുവിനൊന്ന് അറിയണം. അതുകൊണ്ട് മുത്തൊന്ന് ഇറങ്ങി നോക്കും. ഞാൻ കയറി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അപ്പോഴേ കയറി വന്നു കേട്ടോ. ഇവിടെ നിന്ന് തന്നെ സ്മെല്ലടിക്കുന്നുണ്ട്. സ്മെല്ലുണ്ടോ? കുഴപ്പമില്ല. നീ അവിടം വരെ ചെന്നിട്ടാണ് ഈ കമ്പനി അതിന് തെള്ളി അതിനകത്ത് ഇട്ടാൽ മതി. വാടകയുണ്ട്. എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. നീ ഓക്സിജൻ എന്തിനാ അസ്വസ്ഥ ഉണ്ട് അപ്പോഴേ കയറി വന്നു. അല്ല സ്മെല്ല് എങ്ങനെ കുത്തിനെത്തിട്ട് വേറെ ഒരു പണി പോലും അല്ല ഇത്. സംഭവം വെച്ചാൽ അത്ര ഇല്ല. എങ്ങനെയുണ്ട് ഇറങ്ങിയിട്ട്? നിനക്ക് പുറത്തിരുന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയുണ്ട്? വാടയുണ്ടല്ലേ, അതാണ് വിഷയം. സംഭവം നാളെ ആ കിടക്കുന്നതാണ് പൂച്ച. ഇതാണ് പൂച്ച. ഇത് നമ്മൾ ഈ ബക്കറ്റിൽ കോരിയിടാനുള്ള പരിശ്രമത്തിലാണ്. എന്തായാലും ഇറങ്ങാതെ പറ്റത്തില്ല. നമുക്ക് കുറച്ചുകൂടെ ഇവിടെ അത് കയറ്റിക്കോടോ. കയറ്റാനും കുറച്ച് പാടാം. എന്ത് ചെയ്യും? നമ്മള് പൂച്ച എടുത്താണ്ട് വിട വാങ്ങുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും നല്ലത്. ഇറങ്ങാൻ പറ്റും, പക്ഷേ എടുക്കാൻ പറ്റത്തില്ല. എന്നിട്ടും ഓക്സിജൻ നിറയുടെ ശരിയാവുന്നില്ല. നമ്മളത് ഫുള്ള് വെള്ളം എല്ലാം പരിചയത്തിൽ നമ്മൾ കുറച്ച് കാര്യം പറഞ്ഞില്ലേ പറ്റി. അപ്പോഴത്തേക്ക് നമ്മളിത് എല്ലാം വെള്ളം എല്ലാം അടിച്ചാൽ കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. നമ്മുടെ വർക്ക് കഴിഞ്ഞ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ട് വർക്ക് എടുക്കുന്നത്. കിണറൊക്കെ ഇഷ്ടംപോലെ പറ്റിച്ചിട്ടുണ്ട്. ഇതുണ്ടോ നമ്മൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നേ ഇഷ്ടംപോലെ പറ്റിച്ചുണ്ടെങ്കിലും പൂച്ച വേണ്ട കിണർ. എൻ്റെ പൊന്നോ, അതാ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതാടാ 3 ദിവസം പോയി. അപ്പോൾ ഇത്ര ചെറിയൊരു ഷോർട്ട് ബ്ലോഗ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്തിട്ട് വിളിക്കാം.